സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഭക്തിയോടുകൂടി ഇതിരി കർമ്മങ്ങളിൽ നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അത്ഭുതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്ഭുതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്ഭുതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യന്റെ സമാധാനം പ്രത്യാശയോടെ നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ അനുഗ്രഹപ്രദേശത്ത് വന്നിരിക്കുന്ന ഈ ദാസരെ അങ്ങയുടെ അക്ഷരത്തിന് ചേർക്കുകയും സാധാരണ പ്രകാശിപ്പിക്കുകയും ചെയ്യണം. നിരന്തര പരിശുദ്ധാത്മാവിനെ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. ഒന്നാമത്തെ ലേഖനമാണ് ഇതിന്റെ നെറ്റിയിലുള്ളത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രനായി. ദൈവത്തിൽ പക്ഷികളും സംഗീതം കണ്ടെത്തുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയും സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനാകും അങ്ങയുടെ തിരുക്കമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിങ്ങളുടെ ചൂട് നൽകുന്ന സ്തുതി നിരന്തരമായി സ്തുതിക്കുവാനും കട്ടപ്പെടുത്തുവാനും നിങ്ങൾ യോഗ്യനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകും സർവ്വത്തിന്റെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയമേകുന്നു. എന്റെ കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങൾ അർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ശ്രദ്ധമയത്തെ പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ പരിപാലി നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ.
വിശുദ്ധരും സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധത്തോടും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കുക. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യരെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 29 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് പരിശുദ്ധ സുവിശേഷം വാക്യങ്ങൾ 1 മുതൽ 8 വരെ. ഫരിസയരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണികളായിരുന്നു. അവർ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉറപ്പി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് നിങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവൻ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യനിൽ എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിപദിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമരൂപത്തിനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച ശിഷ്യപ്പെടുകയും നാമസ്മൃതം കൽപ്പിച്ചു കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളുടെ തൃക്കന്മാർക്കിടമേ ഭൂമിയിൽ വശത്തിനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ആദിജാതനും മൃഗങ്ങൾക്കെല്ലാം ജനിച്ചവൻ എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവൻ ഏകകർത്താവുമായ വിശ്വസിക്കായി വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിന്റെ ഏകസത്യവുമാകുന്നു. വിട്ടുപോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയിൽ പുരോഗത ശുശ്രൂഷ ചെയ്യുന്ന വിനീതനായി ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകലനിധിയെ പൂർത്തിയാക്കുവാൻ വേണ്ടി ചോർബാനിൽ വെച്ച് യോഹന്നാന്റെ പക്കൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും പരിശുദ്ധ മാമോദീസ നൽകുവാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, വിശുദ്ധ കൂദാശ യഥാവിധ പരികരണം ചെയ്യുവാൻ യോഗ്യനാക്കണം. സകലത്തിന്റെയും നാഥനായിരുന്നു ഈശോയുടെ മേലിറങ്ങി വസിച്ചവരുടെ മനുഷ്യ പ്രകൃതിയെ നവീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടെ താമസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുവാനാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൂർത്തീകരിക്കപ്പെട്ട നീക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും അനാഥനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും പരിശുദ്ധ മാമോദീസായുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ മുദ്രമായി തീരുമാനിച്ചതും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ലേപനമാണ് കുഞ്ഞിന്റെ നെഞ്ചിലുള്ള ലേപനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജോസഫ് സാമുവൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. നമ്മുടെ സമയം പട്ടിയെടുക്കുന്നു. വെള്ള തുണിയുടെ അറ്റം പിടിപ്പിക്കാം. പതുക്കെ തൊഴിച്ചു പിടിക്കാം.
പതുക്കം തൊടിച്ചാൽ വലത്തെ കൈകൾ ഒരറ്റം. നമ്മുടെ വിശുദ്ധിരവസ്ത്രത്താൽ അലങ്കരിക്കുകയും നിഷ്കാമമായി ക്ഷമിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. തലതൊട്ടപ്പം കൊച്ചിൻ്റെ വലത്തെ കയ്യിൽ ഈ തിരി ചരിച്ച് മേത്ത് വീഴാത്ത രീതിയിൽ ചരിച്ച് പിടിച്ചോട്ടെ. ചരിച്ച് മേത്ത് വീഴാത്ത രീതിയിൽ. ലോകത്തിൻ്റെ പ്രകാശമായ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. തലതൊട്ടപ്പം പിടിച്ചാൽ മാമോദീസയിലൂടെ ദൈവമകനായി തീർന്ന് പരിശുദ്ധാത്മാനുവരങ്ങൾ നൽകാതിരിക്കുന്ന ഈ ദാസനു വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ശരീരശാലയിൽ പ്രാർത്ഥന നൽകുകയായിരുന്ന ശിഷ്ടില്ലെന്ന പോലെ ഈ ദാസന് അങ്ങയുടെ പശുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവരെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ മകനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിതത്തോടെ ഇറക്കിവൻ വളരുമാറാകട്ടെ. ഐശ്വര്യനാഥ് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളെ ആശ്രമിക്കുവാനും ഈ കുഞ്ഞിനെ ശക്തനാക്കണമേ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം തൈലാഭിഷേകത്തിലൂടെ ഈശോയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മനസ്സിലാകാതെ മറുപടി പറയും. പരിശുദ്ധാത്മാവിനായി വിശ്വാസത്തെ സ്ഥിരീകരിക്കപ്പെട്ടു വിശുദ്ധിക്ക് സാക്ഷി വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം ഈ കുഞ്ഞിനെ കനിഞ്ഞനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർണ്ണതയാൽ കാർമികൻ ഈ ദാസനെ മുദ്രിതനാക്കാൻ തുടങ്ങുന്നു. അതിവേഗമായ അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നും പരിശുദ്ധ സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ ദിവ്യദാനം അങ്ങയുടെ ഈ മകനെ നൽകുവാനിടയാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്ക് പരിശുദ്ധ മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിലംഗത്വവും നിത്യ ജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. പിതാവെ അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകരത്തിന് ആത്മാവിനെ ഈ ദാസനെ നൽകണമേ. കൈവത്ത് ശുശ്രൂഷ വഴി ആത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും പരിശുദ്ധ സഭയുടെ വിശ്വസ്തദാസനമായി ജീവിക്കുവാൻ ഈ കുഞ്ഞിനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ കുഞ്ഞിൽ നിറയുമാറാകട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ദാസനിടയാകട്ടെ. ഞങ്ങളേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും പരിശുദ്ധ മസ്തരിലെ മനക്കുനാശം നൽകപ്പെടുന്ന സമയമാണ്. അതിന്റെ നെറ്റിയിലാണ് ലേപനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സാമുവേൽ മുദ്രനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജീവിതവും കരിസാനത്തിലെയും നിത്യസൗഭാഗ്യത്തിലെയും അടയാളമായി ജോസഫ് സാമുവേൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയിലൂടെ രണ്ട് ഗുണാശങ്ങളും സ്വീകരിച്ചു. ഈ സമയം പിതാവായ ദൈവത്തെ വിളിച്ച് ഒന്നിച്ചേർന്ന് ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ മാമോദീസാവഴി ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി തീർന്നു ഈ കുഞ്ഞിനോട് കൂടി നമുക്ക് ദൈവത്തെ പിതാവെ വിളിച്ചപേക്ഷിക്കും. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ, നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ഈ കുഞ്ഞിനെ കടലിൽ ചിത്രീകരിച്ചത് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വിശ്വസിഹായുടെ വാഗ്ദാനം ഈ മകനിൽ നിറവേറ്റി ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രകാശിപ്പിക്കുന്നു. അങ്ങയുടെ മകനെ വിശുദ്ധായുടെ കൂട്ടവകാശി പരിശുദ്ധാത്മാവിനെ കൃപാവരത്താൽ സമ്പന്നമാക്കി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണം. പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി വിശുദ്ധന്റെ സംരക്ഷണ മാതൃകയും ഈ കുഞ്ഞിലൂടെ നാട്ടിലായിരിക്കുകയും പരിശുദ്ധ നമ്മുടെ ദൈവങ്ങളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരിശുദ്ധ സഭയുടെ വിശ്വസ്തമായി ജീവിക്കുവാൻ അവിടെ ദൈവത്തിനെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിയമം വിശുദ്ധ സുവിശേഷത്തിന് സാക്ഷ്യം ലഭിക്കുന്നു. ധീരപ്രേക്ഷകനായി തീരട്ടെ. കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സർവ്വസൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകിയവരും ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാനാകട്ടെ. മാതാപിതാക്കൾക്ക് ആശ്രയം കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകമായി തീരുന്ന ദൈവം ഈ കുഞ്ഞിനെ കഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. തിരുക്രമങ്ങൾ തുറച്ച് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും ശിഹായിക്കും സ്ത്രീയായിരിക്കട്ടെ. യേശുവേ സ്നേഹസ്വരൂപ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് മാമോദീസ. അതുകൊണ്ട് ആ ആഘോഷം ഒത്തിരി മീനിങ്ഫുൾ ആയ ഒന്നാണ്. ഇന്ന് ജോസഫ് സാമുവൽ എന്ന മാമോദീസ നാമത്തിൽ ക്രിസ്ത്യാനി സഭയുടെ അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആത്മീയ ജീവിതത്തിലേക്ക് ചുവടുറപ്പിച്ച വാവയ്ക്ക് 1000 ആശംസകൾ നേർന്നുകൊള്ളുന്നു. So let's begin our celebration. Firstly, I would like to welcome everyone gathered here for the baptism ceremony of our dear little cutie Joseph Samuel Anthony. Welcome you all for this occasion. All of you and be part of the celebration. We are here to take a part in the joy upon this family. So let me invite Mr. Shari and Mrs. Shari and Mr. Anthony and Mrs. Shari and the charming beautiful little prince Joseph Samuel to the stage. Namkalaku Velier than Samuel's parents in this blessed day. It's none other than his godparents. I invite Samuel's godparents, Mr. Roy and Mrs. Siji Roy, onto the stage. Siji and Roy. Now I request the paternal and maternal godparents of Samu to come up onto the stage. And the siblings of Samu, his Veleji and Gaze and Puneji and Rose to the stage. In Christian worship, traditionally the lighting of candles has many spiritual meanings. The light of candle represents the light of a person's life. The flame represents the eternal truth of God. നമുക്കിനി candle lighting ceremony ക്ക് കടക്കാം.